السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. محمد മദ്ദുസ്സില എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടി ഓതുമ്പോൾ മാത്രം നീട്ടേണ്ട മദ്ദുകളാണ് മദ്ദുസ്സില എന്ന് പറയുന്നത്. الذي له ملك السماوات والأرض الذي له ملك السماوات والأرض الذي له അവിടെ കൂട്ടി ഓതുമ്പോൾ നമ്മൾ നീട്ടുന്നു. വഖഫ് ചെയ്യുന്ന സമയത്ത് സാധാരണ ശരിയായ മദ്ദുകൾ ഉണ്ട് എങ്കിൽ, മദ്ദുസ്സുലയല്ലാത്ത സാധാരണ മദ്ദുകളാണ് അവിടെ ഉള്ളത് എങ്കിൽ അത് വഖഫ് ചെയ്യേണ്ടത് മദ്ദോടുകൂടിയാണ്. അതേസമയം മദ്ദുസ്സുലയുടെ സന്ദർഭങ്ങളിൽ അല്ലദീ ലഹ് ലഹ് എന്നാണ് വഖഫ് ചെയ്യുക. കൂട്ടി ഓതുമ്പോൾ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് എന്നാണ് ഓതുകയും ചെയ്യുക. ഏതായാലും ഹ ഉൽ ളമീരിന്റെ മുൻപും ശേഷവും ഹറക്കത്ത് ആണ് എങ്കിൽ ആണ് ഈ രൂപത്തിൽ ഹ ഉൽ ളമീരിനെ കൂട്ടി ഓതുന്ന സമയത്ത് നീട്ടേണ്ടത്. എന്താണ് ഹ ഉൽ ളമീർ? മുഫ്രദായ, മുദക്കർ ആയ, ഗായിബായ, മുത്തസിലായ ളമീരിനാണ് ഹ ഉൽ ളമീർ എന്ന് പറയുന്നത്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാളെ സൂചിപ്പിക്കുന്ന, മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷനായ ഒരാളെ സൂചിപ്പിക്കുന്ന, ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ, അന്ത എന്നൊക്കെ പറഞ്ഞാൽ നീ എന്നാണല്ലോ. അപ്പോ അത് മറഞ്ഞ ആളല്ല, ഇവിടെ ഹാജരായ, ഹാദിറായ ആളാണ്. അപ്പൊ ഗായിബായ മറഞ്ഞ ഒരാളെ മേൽ സൂചിപ്പിക്കുന്ന ഹു, അതുപോലെ തന്നെ ഹി, രണ്ട് രൂപത്തിലാണ് വരാറുള്ളത്. ഹു അതുപോലെ ഹി. ഹ എന്ന് വരൂല, അത് സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. പുരുഷനെ സൂചിപ്പിക്കുന്ന ളമീറാണ് ഈ രൂപത്തിൽ വരിക. അതുതന്നെ മുത്തസിലായിരിക്കും, വേറൊരു പദത്തിനോട് ചേർന്ന് വരുന്ന, വേറൊരു പദത്തിനോട് ചേർന്ന് വന്ന ളമീരിനാണ് ഹ ഉൽ ളമീർ അല്ലെങ്കിൽ ഹ ഉൽ കിനായ എന്ന് പറയുന്നത്. ഈ ളമീരിന് 4 അവസ്ഥകൾ ആണ് ഖുർആനിൽ ഉള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഹ ഉൽ ളമീരിന്റെ അവസ്ഥകൾ 4 എണ്ണമാണ്. ഒന്നാമതായി ഹ ഉൽ ളമീരിന്റെ മുൻപും ശേഷവും സുക്കൂൻ ഉണ്ടാവുക. അതാണ് ഒന്നാമത്തെ അവസ്ഥ. ഹ ഉൽ ളമീരിന്റെ മുമ്പും സുക്കൂനാണ്, ശേഷവും സുക്കൂനാണ്. ഹ ഉൽ ളമീരിന്റെ മുൻപും ശേഷവും സുക്കൂനാണ്. അപ്പോൾ ഈ ഹ ഉൽ ളമീരിനെ നീട്ടണോ? നിങ്ങൾ പറയൂ. ഹ ഉൽ ളമീരിന്റെ മുൻപും ശേഷവും സുക്കൂനാകുമ്പോൾ ഹ ഉൽ ളമീരിനെ നീട്ടണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. നോ, നീട്ടേണ്ടതില്ല. ഹ ഉൽ ളമീരിന്റെ മുൻപും ശേഷവും സുക്കൂനാകുമ്പോൾ ഹ ഉൽ ളമീരിനെ നീട്ടേണ്ടതില്ല. ഉദാഹരണം ഏതാണ്? അർറആഹു ഇസ്തഗ്നാ, അർറആഹു ഇസ്തഗ്നാ. അർറആ എന്ന അലിഫ്, റആ എന്ന ഹംസയെ നീട്ടാൻ അലിഫ് വന്നു, ശേഷം ഹ ഉൽ ളമീർ വന്നു, ഹു. അപ്പൊ അലിഫിന് സുക്കൂനാണ്, പിന്നെ ഹ ഉൽ ളമീർ വന്നു, അതിനുശേഷം ഹുസ്തഗ്നാ, സീനിന് സുക്കൂന്. 2 സുക്കൂനുകൾക്കിടയിൽ ഹ ഉൽ ളമീർ വന്നാൽ നമ്മൾ നീട്ടാൻ പാടില്ല. കൂട്ടി ഓതുമ്പോൾ നീട്ടാൻ പാടില്ല, നിർത്തി ഓതുമ്പോഴും നീട്ടൽ വരില്ല. അപ്പൊ അവിടെ വഖഫ് ചെയ്യുമ്പോൾ എന്ന രൂപത്തിലാണ് വഖഫ് ചെയ്യുക. ഈ ഹ ഉൽ ളമീരിനെ നീട്ടരുത് എന്ന അർത്ഥത്തിൽ ഖസ്ർ എന്ന് ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. തജ്വീദിന്റെ ഉലമാക്കള് അവിടെ ഖസ്റാണ് ചെയ്യേണ്ടത്,
എന്ന് പറയാറുണ്ട്. ഹ ഉള്ളമീരിനെ മുൻപും ശേഷവും സുക്കൂനാണെങ്കിൽ ഹ ഉള്ളമീരിനെ ഖസ്ർ ചെയ്യണം എന്ന് പറയും. ഖസ്ർ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ മദ്ദിന്റെ വിഷയത്തിൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? മദ്ദിന്റെ വിഷയത്തിൽ ഖസ്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ പറഞ്ഞതാണ്. ഖസ്ർ, തവസ്സുത്ത്, ഫുവൈഖു തവസ്സുത്ത്, ഇഷ്ബാ, അല്ലെ? അപ്പൊ ഖസ്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മദ്ദിന്റെ വിഷയത്തിൽ 2 ഹറക്കത്ത് നീട്ടുന്നതിനാണ് പറയാറുള്ളത്. പക്ഷെ ഹ ഉള്ളമീരിന്റെ വിഷയത്തിൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ നീട്ടാതിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മദ്ദിന്റെ വിഷയത്തിൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്ത് നീട്ടലാണ്. ഹ ഉള്ളമീരിന്റെ വിഷയത്തിൽ ഖസ്ർ എന്ന് തീരെ നീട്ടാത്തതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഹ ഉള്ളമീറിനെ ഖസ്ർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നീട്ടരുത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. അത് മനസ്സിലാക്കണം. ഏതായാലും ഹ ഉള്ളമീരിന്റെ മുൻപും ശേഷവും സുക്കൂനാണെങ്കിൽ ഹ ഉള്ളമീരിനെ ഖസ്റാണ് ചെയ്യേണ്ടത്, നീട്ടാൻ പാടില്ല. നഅം. ഇനി ഹ ഉള്ളമീരിന്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ അവസ്ഥ എന്താണ്? ഒന്നാമത്തെ ഹ ഉള്ളമീരിന്റെ മുമ്പ് സുക്കൂന്, ശേഷവും സുക്കൂന്. ഇനി ഹ ഉള്ളമീരിന്റെ രണ്ടാമത്തെ അവസ്ഥ, ഹ ഉള്ളമീരിന്റെ മുൻപ് മുത്തഹരിക്ക്, ശേഷം സുക്കൂന്. ഹ ഉള്ളമീരിന്റെ മുൻപ് മുത്തഹരിക്ക്, ശേഷം സുക്കൂന്. ഉദാഹരണം, ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. ലഹു, ഹു എന്നതിന്റെ മുൻപ് മുത്തഹരിക്ക്, ലാമിന് ഫത്ഹാണ്. ലഹുൽ എന്ന ശേഷമുള്ള ലാമിനോ? ശേഷമുള്ള ലാമിന്റെ ഹറക്കത്ത് എന്താ? ഹറക്കത്തുണ്ടോ? ശേഷമുള്ള ലാമിന് എന്താ ഉള്ളത്? ലഹുൽ മുൽക്കു എന്ന ഹ ഉള്ളമീറിന്റെ ശേഷമുള്ള ലാമിന് എന്താ ഉള്ളത്? സുക്കൂനാണ്, അല്ലെ? എല്ലാരും എഴുതണം. എല്ലാരും സജീവമായി ആക്റ്റീവായിട്ട് ക്ലാസ് എടുത്താലേ ശരിക്കും മനസ്സിലാവും. അപ്പൊ ശേഷമുള്ള ലഹുൽ മുൽക്കു എന്നതിലുള്ള ശേഷമുള്ള ലാമിന് സുക്കൂനാണ്. അതാണ് രണ്ടാമത്തെ അവസ്ഥ. അവിടെയും ഹ ഉള്ളമീരിനെ നീട്ടാൻ പാടില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു എന്ന സ്ഥലത്തും ഹ ഉള്ളമീരിനെ നീട്ടാൻ പാടില്ല. ഇനി മൂന്നാമത്തെ അവസ്ഥ, ഹ ഉള്ളമീരിന്റെ മുൻപ് സുക്കൂന്, ശേഷം മുത്തഹരിക്ക്. ഹ ഉള്ളമീരിന്റെ മുൻപ് സുക്കൂന്, ശേഷം മുത്തഹരിക്ക്. ഉദാഹരണം എന്താ? ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഫീഹി ഹ ഉള്ളമീറിന്റെ മുൻപ് സുക്കൂനാണ്. ശേഷമോ ഹുദൻ എന്ന സ്ഥലത്തുള്ള ആ ഹാഇന് ഹറക്കത്തുമാണ്. ഫീഹി ഹുദൻ. അപ്പൊ അവിടെയും എന്ത് ചെയ്യണം? അവിടെയും നമ്മൾ ഹ ഉള്ളമീരിനെ നീട്ടുന്നില്ല. 3 അവസ്ഥകളിൽ നീട്ടുന്നില്ല. മുൻപും ശേഷവും സുക്കൂനാവുമ്പോൾ നീട്ടുന്നില്ല. മുൻപ് മുത്തഹരിക്കും ശേഷവും സുക്കൂനാകുന്നു, അപ്പോഴും നീട്ടുന്നില്ല. മുൻപ് സുക്കൂനും ശേഷം മുത്തഹരിക്കുമാവുന്നു, അപ്പോഴും നീട്ടുന്നില്ല. 3 അവസ്ഥകളിലും നീട്ടുന്നില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻപ് സുക്കൂനും ശേഷം മുത്തഹരിക്കും ആയാൽ നീട്ടരുത് എന്ന് നമ്മൾ പൊതുവായുള്ള ഖായിദ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ റിവായത്തിൽ ഒരു സ്ഥലത്ത് മുൻപ് സുക്കൂനും ശേഷം മുത്തഹരിക്കുമായി വന്നിട്ടും ഹ ഉള്ളമീരിനെ നീട്ടിയിട്ടുണ്ട്. അതെവിടെയാണ്? സൂറത്തുൽ ഫുർഖാനിൽ 69-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഫുർഖാനിന്റെ 69-ാമത്തെ ആയത്തിൽ നീട്ടിയിട്ടുണ്ട്. നിങ്ങൾ സൂറത്തുൽ ഫുർഖാനിന്റെ 69-ാമത്തെ ആയത്ത് എടുക്കൂ. 66-ാമത്തെ പേജിലാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يضاعف له العذاب يوم القيامة ويخلد فيه مهانا അവിടെ വയഖ്ലുദ് ഫീഹി മുഹാന, ഫീ എന്ന യാ സുക്കൂനാണ്, അതിനുശേഷമാണ് ഹ ഉള്ളമീർ വന്നത്. ശേഷം മീമിന് വമ്മാണ്. പക്ഷെ അവിടെ നമ്മൾ നീട്ടിയിട്ടാണ് നമ്മുടെ ഖിറാഅത്തിൽ ഓതേണ്ടത്. നീട്ടാതെയുള്ള ഖിറാഅത്തുകൾ ഉണ്ട്. നമ്മുടെ ഖിറാഅത്തിൽ അവിടെ സൂറത്തുൽ ഫുർഖാൻ 69 വയഖ്ലുദ് ഫീഹി മുഹാന എന്ന് നീട്ടിയിട്ടാണ് വന്നത്. മനസ്സിലായില്ലേ? കണ്ടിട്ടില്ലേ? നഅം. നമ്മുടെ ഖിറാഅത്തിൽ അങ്ങനെ ഹ ഉള്ളമീറിനെ നീട്ടിയ മുൻപ് സുക്കൂനും ശേഷം മുത്തഹരിക്കുമായി നീട്ടിയ സന്ദർഭമാണത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഹ ഉള്ളമീറിന്റെ നാലാമത്തെ സന്ദർഭമാണ് നമ്മുടെ നീട്ടേണ്ട സന്ദർഭം. രണ്ട് മുത്തഹരിക്കുകൾക്കിടയിൽ ഹ ഉള്ളമീർ വന്നാൽ ഹാഇന്റെ ഹറക്കത്തിനോട് യോജിച്ച മദ്ദക്ഷരം കൊണ്ട് നീട്ടി ഓതണം. ഹാഇന്റെ ഹറക്കത്ത് ഒന്നുകിൽ ലമ്മായിരിക്കും, ചിലപ്പോൾ കെസ്റായിരിക്കും. ഹ ഉള്ളമീറിന്റെ ഹറക്കത്ത് ലമ്മാണെങ്കിൽ വാവ് കൊണ്ട് നീട്ടണം. ഹ ഉള്ളമീറിന്റെ ഹറക്കത്ത് കെസ്റാണെങ്കിൽ യാവ് കൊണ്ടും നീട്ടണം. അപ്പൊ ആ രൂപത്തിലാണ് നീട്ടേണ്ടത്. നമുക്കറിയാലോ. ഉദാഹരണം, ഇന്നഹു കാന തവ്വാബ. ഇന്നഹു, അവിടെ ഹ ഉള്ളമീറിന് ലമ്മാണ്. അപ്പോ ആ ലമ്മിന് ശേഷം വാവ് കൊണ്ട് നീട്ടി. ഇനി ഫവസത്ന ബിഹി ജംഅ, ഫവസത്ന ബിഹി ജംഅ. അവിടെ ബിഹി ഹ ഉള്ളമീറിന് കെസ്റാണ്. ഹ ഉള്ളമീറിന്റെ മുൻപുള്ള അക്ഷരത്തിന് കെസ്റാവുകയോ, എല്ലാവരും ശ്രദ്ധിക്കാം, ഹ ഉള്ളമീറിന്റെ അടിസ്ഥാന ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ മബ്നിയുൻ അല ളമ്മയാണ്. ഹു എന്നാണ് ഹ ഉള്ളമീറിന്റെ യഥാർത്ഥ രൂപം. ഹ ഉള്ളമീറിന്റെ യഥാർത്ഥ ഹറക്കത്ത് ളമ്മാണ്. പക്ഷെ ഹ ഉള്ളമീറിന്റെ മുൻപുള്ള അക്ഷരത്തിന് കെസ്റാവുകയോ, മുൻപുള്ള അക്ഷരത്തിന് സുക്കൂനുള്ള മുമ്പുള്ള അക്ഷരം സാക്കിനായ യാ ആവുകയോ ചെയ്താൽ, ഹ ഉള്ളമീറിന്റെ മുൻപുള്ള അക്ഷരം കെസ്റാവുകയോ മുൻപുള്ള അക്ഷരം സാക്കിനായ യാ ആവുകയോ ചെയ്താലാണ് ഹ ഉള്ളമീറിന് കെസ്റു വരിക. അടിസ്ഥാന അക്ഷരം മബ്നിയുൻ അല ളമ്മ. ഹ ഉള്ളമീറിന്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് മബ്നിയുൻ അല ളമ്മയാണ്. അതിന് കെസ്ർ ചെയ്യപ്പെടുന്നത് ഈ രണ്ട് സന്ദർഭത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഹ ഉള്ളമീറിന്റെ ഹറക്കത്ത് ഏതാണ്, അതിനനുസരിച്ച് പിന്നെ വാവോ യാവോ കൊടുത്ത് നീട്ടണം. ഇങ്ങനെ നീട്ടുന്ന ഈ ഒരു മദ്ദിനാണ് മദ്ദുസ്സിലഹ് എന്ന് പറയുന്നത്. മദ്ദുസ്സിലഹ് എന്ന് പറഞ്ഞാൽ എന്താ? ചേർത്തി ഓതുമ്പോൾ മാത്രം വരുന്ന മദ്. ചേർത്തി ഓതുമ്പോൾ മാത്രം വരുന്ന മദ്. സിലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചേർത്തി ഓതുക എന്നാണല്ലോ. അപ്പൊ സില ചെയ്യുമ്പോൾ മാത്രം വരുന്ന മദ്. ഈ മദ്ദുസ്സില രണ്ടു വിധം ഉണ്ട്. ഒന്ന് മദ്ദുസ്സിലത്തിൽ അസ്സുഗ്റ, രണ്ടാമത്തത് മദ്ദുസ്സിലത്തിൽ കുബ്റ എന്നിങ്ങനെ രണ്ടു വിധത്തിൽ ഉണ്ട്. മദ്ദുസ്സില രണ്ടു വിധം. ഒന്ന് മദ്ദുസ്സിലത്തിൽ സുഗ്റ, രണ്ടാമത്തത് മദ്ദുസ്സിലത്തിൽ കുബ്റ. എന്താണ് മദ്ദുസ്സിലത്തിൽ സുഗ്റ? മദ്ദുസ്സിലയുടെ ഹ ഉള്ളമീറിന് ശേഷമുള്ള അക്ഷരം ഹംസ അല്ലാതിരിക്കുമ്പോൾ ഉള്ള മദ്ദിനാണ് മദ്ദുസ്സിലത്തി സുഗ്റ എന്ന് പറയുന്നത്. ഹ ഉള്ളമീറിന്റെ ശേഷമുള്ള അക്ഷരം ഹംസയല്ല എങ്കിൽ അതിന് സിലത്തു സുഗ്റ, മദ്ദുസ്സിലത്തി സുഗ്റ എന്ന് പേരുണ്ട്. ഹ ഉള്ളമീറിന്റെ ശേഷമുള്ള അക്ഷരം മദ്ദക്ഷരം ഹംസയല്ല എങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അതിന് ഉദാഹരണം നമ്മുടെ സൂറത്തുൽ ഇഖ്ലാസിൽ നമുക്ക് കാണാം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
വലം യകുൽ ലഹു. ആ ഹ ഉള്ളമീന്റെ ശേഷം കാഫാണ് വന്നത്. കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കാഫ് വന്നു. അപ്പൊ അത് മദ്ദുസ്സിലത്തി സുഗ്റ ആണ്. അതായത് രണ്ട് ഹറക്കത്തിന്റെ ഖദർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അവിടെ ഖസ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. സിലത്തു സുഗ്റയാകുമ്പോൾ അവിടെ ഖസ്റാണ് ചെയ്യേണ്ടത്. രണ്ട് ഹറക്കത്തിന്റെ ഖദർ മാത്രമേ വലം യകുൽ ലഹു എന്ന സ്ഥലത്ത് നീട്ടാൻ പാടുള്ളൂ. അതാണ് മദ്ദുസ്സിലത്തി സുഗ്റ. രണ്ടാമത്തത് മദ്ദുസ്സിലത്തിൽ കുബ്റയാണ്. എന്താണ് മദ്ദുസ്സിലത്തിൽ കുബ്റ? മദ്ദുസ്സിലയുടെ ശേഷം, അതായത് ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ, മദ്ദക്ഷരത്തിന്റെ ശേഷം അടുത്ത പദത്തിൽ ഹംസ വന്നാൽ ഉള്ള മദ്ദിന് എന്താ പറഞ്ഞത്? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസ വന്നാൽ ആ മദ്ദിന് എന്താണ് പറയുക? മുൻഫസ്സിലായ മദ് എന്നാണ് പറയാ. അപ്പൊ ഇത് മുൻഫസ്സിലായ മദ്ദാണ് എന്ന് പറയാൻ പറ്റൂല. മദ്ദുസ്സിലയുടെ ശേഷം ഹംസ വന്നാൽ അത് മുൻഫസ്സിലായ മദ്ദാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം മുൻഫസ്സിലായ മദ് കൂട്ടിയോതുന്ന സമയത്ത് നന്നായി നീട്ടുന്നു. വഖഫ് ചെയ്യുന്ന മുൻഫസ്സിലായ മദ്ദിന്റെ മേലിൽ നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് ആ മുൻഫസ്സിലായ മദ് അസ്ലിയായ മദ്ദായിട്ട് മാറും, അല്ലെ? വഖഫ് ചെയ്യുന്ന സമയത്ത് മുൻഫസ്സിലായ മദ്ദിന്റെ മേൽ വഖഫ് ചെയ്യുമ്പോൾ ആ മദ് അസ്ലിയായ മദ്ദിന്റെ ഖദറിലാണ് നീട്ടുക. അതാണ് മുൻഫസ്സിലായ മദ്ദിന്റെ അവസ്ഥ. മദ്ദുസ്സിലയിൽ അങ്ങനെയല്ല. കൂട്ടിയോതുമ്പോൾ മുൻഫസ്സിലായ മദ് പോലെ നീട്ടണം. മുൻഫസ്സിലായ മദ്ദല്ല, മുൻഫസ്സിലായ മദ് പോലെ ഇവിടെ നീട്ടണം. പക്ഷെ വഖഫ് ചെയ്യുന്ന സമയത്തോ തീരെ നീളം ഉണ്ടാവുകയില്ല, തീരെ നീട്ടൂല. ആ ഹ ഉള്ളമീറിന് സുക്കൂൻ നൽകിയാണ് വഖഫ് ചെയ്യുക. അപ്പൊ മുൻഫസ്സിലാണ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം മദ്ദുൽ മുൻഫസ്സിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ട, മുൽഹഖ് ബിഹി, അതിനോട് ചേർത്തപ്പെട്ട ഒരു മദ്ദാണ് മദ്ദുസ്സിലത്തിൽ കുബ്റ എന്നുള്ളത്. മദ് മുൻഫസ്സില എന്ന് പറഞ്ഞുകൂടാ. കാരണം മുൻഫസ്സിലായ മദ് വഖഫ് ചെയ്യുമ്പോൾ അസ്ലിയായ മദ്ദിന്റെ മേലാണ് വഖഫ് ചെയ്യുക. ഇതങ്ങനെയല്ല. ഇത് ഹ ഉള്ളമീറിന് സുക്കൂൻ ചെയ്താണ് വഖഫ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മദ്ദുൽ മുൻഫസ്സിലിനോട് ചേർത്തപ്പെട്ട ഒരു മദ്ദായിട്ടാണ് മദ്ദുസ്സിലയെ മഹാന്മാരായ ഉലമാ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഈ മദ്ദുസ്സിലത്തിൽ കുബ്റ എന്ന് ഈ മദ്ദിന് പേരുണ്ട്. അതിന് ഉദാഹരണം എന്താണ്? യഹ്സബു അന്ന മാലഹു അഖ്ലദഹ്. യഹ്സബു അന്ന മാലഹ് എന്നാണ് വഖഫ് ചെയ്യുക. കൂട്ടി ഓതുമ്പോഴോ അന്ന മാലഹു അഖ്ലദഹ്. അവിടെ 4-5 ഹറക്കത്ത് വരെ നീട്ടാം. മുഫസ്സിൽ എത്രയാണോ നീട്ടുന്നത് അത്രയും നീട്ടാം. ഖാരി ഉസ്താദിന്റെ അഭിപ്രായ പ്രകാരം 7 ഹറക്കത്ത് വരെ നീട്ടാം. മദ്ദുസ്സിലത്തിൽ കുബ്റ 7 ഹറക്കത്ത് വരെ അല്ലെങ്കിൽ 4-5 ഹറക്കത്ത് വരെ നീട്ടാം. തവസ്സുത്ത് അതുപോലെ ഫുവൈഖു തവസ്സുത്ത് വരെ നീട്ടാം, അല്ലെങ്കിൽ 7 ഹറക്കത്ത് വരെ നീട്ടാം. അതാണ് അതിന്റെ നിയമം വരുന്നത്. നഅം. ഇനി നമ്മുടെ റിവായത്തില് ഹാ ഉള്ളമീറിന് മുൻപും ശേഷവും ഹറക്കത്തുകൾ വന്നിട്ടും നീട്ടാത്ത ചില സ്ഥലങ്ങൾ ഉണ്ട്. എല്ലാവരും മുസ്ഹഫ് കയ്യിലുണ്ടെങ്കിൽ എടുക്കണം. ഹാ ഉള്ളമീറിന് മുൻപും ശേഷവും ഹറക്കത്ത് വന്നിട്ടും നീട്ടാത്ത സ്ഥലങ്ങൾ നമ്മുടെ ഖിറാഅത്തിൽ ഉണ്ട്. എല്ലാവരും സൂറത്തുൽ അഅറാഫ് 111 ആയത്ത് എടുക്കണം. സൂറത്തുൽ അഅറാഫ് 111. സൂറത്തുൽ അഅറാഫ് 111. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا أرجه وأخاه وأرسل في المدائن حاشرين. അവിടെ قالوا أرجه
അർജിഹ് എന്ന ആ ഒരു ഹ ഉള്ളമീറാണ്. ആ അർജിഹ് എന്ന ഹ ഉള്ളമീറിന്റെ മുൻപ് ജീമിന് കെസ്റാണ്, ശേഷം വാവിന് ഫത്ഹാണ്. മുമ്പും ശേഷവും മുത്തഹരിക്കാണ്. പക്ഷെ അവിടെ ഹ ഉള്ളമീറിന് സുക്കൂൻ നൽകിയാണ്. ഹ ഉള്ളമീറിന് സുക്കൂൻ വരുന്ന ഒരു വേളയാണിത്. ഈ സുക്കൂനുള്ള വേളയിൽ ഹ ഉള്ളമീറിന് എന്ത് ചെയ്യൂല, മുമ്പും ശേഷവും ഹറക്കത്തുണ്ട് എങ്കിലും നീട്ടുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഉദാഹരണം മനസ്സിലായോ? ഉദാഹരണം മനസ്സിലായോ? കണ്ടോ? ഖാലൂ അർജിഹ് വഅഖാഹു. ഉദാഹരണം മനസ്സിലായോ? ഹ ഉള്ളമീറിന്റെ മുൻപും ശേഷവും അവിടെ ഹറക്കത്തുണ്ട്, പക്ഷേ നമ്മുടെ റിവായത്ത് അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, അതിനെ നീട്ടുന്നില്ല. അഹ്സൻതും അഹ്സൻതും. അദവിയമാരൊക്കെ നല്ല ഉഷാറാണ്. മാഷാ അല്ലാഹ്, എല്ലാവരും ഉഷാറാണ്. നഅം. ഇതേ വാക്ക് തന്നെ സൂറത്തു ശുഅറായിൽ 36-ാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട്. ഇതേ വാക്ക് തന്നെ സൂറത്തു ശുഅറാ 36 അതിലും വന്നിട്ടുണ്ട്. അപ്പോ സൂറത്തു ശുഅറാന്റെ 36-ാമത്തെ ആയത്തിലും ഇതേ ഒരു വാക്ക് വന്നിട്ടുണ്ട്. അതും എന്ത് ചെയ്യാം, ഇതേ രൂപത്തിൽ അർജിഹ് വഅഖാഹു എന്ന രൂപത്തിലാണ് ഓതേണ്ടത്. മുൻപും ശേഷവും മുത്തഹരിക്ക് വന്നിട്ടും ഹ ഉള്ളമീറിനെ നീട്ടിയില്ല. അതുപോലെ തന്നെയാണ് സൂറത്തു നംല് 28-ാമത്തെ ആയത്ത്. സൂറത്തു നംല് 28-ാമത്തെ ആയത്ത് എല്ലാവരും എടുക്കൂ. സൂറത്തു നംല് 28. 379-ാമത്തെ പേജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. اذهب بكتابي هذا فألقه إليهم. فألقه എന്ന ഹ ഉള്ളമീർ, അതിന്റെ മുൻപ് ഖാഫിന് കെസ്റാണ്, ശേഷം ഹംസക്കും കെസ്റാണ്, മുത്തഹരിക്കുകൾക്കിടയിലാണ് വന്നത്. അത് നമ്മൾ നീട്ടുന്നില്ല. സൂറത്തു നംല് 28-ാമത്തെ ആയത്ത്. ഇനി സൂറത്തു സുമർ എടുക്കൂ. സൂറത്തു സുമർ അതിലെ 7-ാമത്തെ ആയത്ത്. സൂറത്തു സുമറിലുള്ള 7-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم وإن تشكروا يرضه لكم. അവിടെ നോക്കൂ, മുൻപും ശേഷവും ഹറക്കത്താണ്, ഹഇന് ളമ്മുമാണ്. ഹ മുത്തഹരിക്കാണ്, സുക്കൂനുള്ള നേരത്തെ ഫഅൽഖിഹ് എന്ന സ്ഥലത്തുള്ള ഹ പോലെയല്ല. ഇവിടെ മദ്മൂമായ ഹ തന്നെയാണ്, പക്ഷെ ഇവിടെ നീട്ടുന്നില്ല. നമ്മുടെ ഖിറാഅത്തിൽ എക്സെപ്ഷൻ വന്ന ഒരു സ്ഥലമാണ്. ഹ ഉള്ളമീറിന്റെ മുൻപും ശേഷവും ഹറക്കത്ത് വന്നിട്ടും നീട്ടാതെ ഒഴിവാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലവും. മനസ്സിലാവുണ്ടോ? നഅം. അപ്പോ ഹ ഉള്ളമീറിന്റെ ഹറക്കത്ത് നമ്മൾ പറഞ്ഞു. ഹ ഉള്ളമീറിന്റെ ഹറക്കത്ത് അടിസ്ഥാന ഹറക്കത്ത് മബ്നിയുൻ അല ളമ്മയാണ്. അടിസ്ഥാന ഹറക്കത്ത് ളമ്മയാണ്. മുൻപ് കെസ്റോ, അതുപോലെ തന്നെ മുൻപ് സാക്കിനായ യാ ഓ വരുമ്പോഴാണ് ഹ ഉള്ളമീറിന് കെസ്ർ വരുന്നു. ഫീഹി
അല്ലെങ്കിൽ ബിഹി, ആ ഒരു രണ്ട് സന്ദർഭങ്ങളിൽ ഫീഹി എന്ന് പറയുമ്പോൾ യാ ഇന് സുക്കൂൻ വന്നു, മുൻപ് യാ ഇന് സുക്കൂൻ വന്നു, അല്ലെങ്കിൽ മുൻപ് പിന്നെ കെസ്ർ വന്നു, മക്സൂറായ അക്ഷരം വന്നു ബിഹി പോലെ, അവിടെയാണ് ഹ ഉൽ ലമീറിന് കെസ്ർ ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതേസമയം ഹ ഉൽ ലമീറിന് മുൻപ് യാ സാക്കിനായ യാ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത്? ഹ ഉൽ ലമീറിന് മുമ്പ് സാക്കിനായ യാ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഹ ഉൽ ലമീറിന് മുൻപ് സാക്കിനായ യാ വന്നാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഹ ഉൽ ലമീറിന് മുമ്പ് സാക്കിനായ യാ വന്നാൽ എന്താ ചെയ്യേണ്ടത്? എല്ലാരും പറയും. എന്താ നിങ്ങൾ പറയാത്തത്? നഅം, കെസ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല നീട്ടരുത് എന്നല്ല, കെസ്ർ ചെയ്യണം. ഹ ഉൽ ലമീറിന്റെ മുൻപ് സാക്കിനായ യാ വന്നാൽ ഹ ഉൽ ലമീറിന് കെസ്ർ ചെയ്യണം. ഹ ഉൽ ലമീറിന്റെ മുൻപ് കെസ്റോ അല്ലെങ്കിൽ സുക്കൂനുള്ള യാ വന്നാൽ ഹ ഉൽ ലമീറിന് കെസ്ർ ചെയ്യാം. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഹ ഉൽ ലമീറിന് ളമ്മ ചെയ്യാം. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ നിയമം അതാണ്. അതേസമയം ഈ നിയമത്തിന് വിരുദ്ധമായി ഖുർആനിൽ നമ്മുടെ ഖിറാഅത്ത് അനുസരിച്ച് രണ്ട് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ഫത്ഹിലെ 10-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഫത്ഹ് ആരോ ഓഡിയോ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? സൂറത്തുൽ ഫത്ഹ് ആയ നമ്പർ 10. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين يبايعونك إنما يبايعون الله إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله. കണ്ടില്ലേ? ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. بما عاهد عليه الله എന്നാണ് വന്നത്. ശരിക്ക് അലൈഹില്ലാഹ് എന്നാണ് ഖിയാസിയായിട്ട് വരേണ്ടത്. ഹ ഉൽ ലമീറിന്റെ മുമ്പ് യാ സുക്കൂൻ വന്നാൽ അലൈഹി എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ അലൈഹു എന്നാണ് സൂറത്തുൽ ഫത്ഹിന്റെ 10-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ 23-ാമത്തെ ആയത്തിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫ് 23. സൂറത്തുൽ കഹ്ഫിന്റെ 23. സൂറത്തുൽ കഹ്ഫ് 63 ആണ്, 23 അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره وما أنسانيه കണ്ടില്ലേ? അൻസാനീഹു എന്നാണ് വന്നത്. അവിടെ അൻസാനീഹി എന്നാണ് വരേണ്ടിയിരുന്നത്, അൻസാനീഹു എന്നാണ്. ഈ രണ്ട് സന്ദർഭങ്ങളിൽ ബിമാ ആഹദ അലൈഹുല്ലാഹ് വമാ അൻസാനീഹു എന്നീ രണ്ട് സ്ഥലങ്ങളിൽ ഹ ഉൽ ലമീറിനെ അതിന്റെ അസ്ലിയായ ഹറക്കത്തായ ലമ്മിന്റെ മേൽ തന്നെ നിലനിർത്തിയ സ്ഥലങ്ങൾ ആണ്. പിന്നെ ഈ ഹ ഉൽ ലമീർ, നമ്മൾ ഹ ഉൽ ലമീറിനെ സംബന്ധിച്ചാണ് ഗായിബായ മുത്തസ്സിലായ മുദക്കറായ മുഫ്രദായ ലമീർ, അതാണല്ലോ ഹു ഹി. ഇതേ വിധി തന്നെയാണ് ഇഷാറത്തിന്റെ ഇസ്മുകൾക്ക് ശേഷം വരുന്ന ഹി എന്ന
പദത്തിനും നൽകപ്പെട്ടിട്ടുള്ളത്. ഇഷാറത്തിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ ഇത്, പിന്നെ അത് എന്നൊക്കെ പറയാൻ വേണ്ടി വരുന്ന ഹാദിഹി. കേൾക്കുന്നില്ലേ? വോയിസുകൾ സ്റ്റക്ക് ഉണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? കേൾക്കുന്നില്ല അല്ലെ? വോയിസ് കേൾക്കാമോ? ഇപ്പൊ വോയിസ് കേൾക്കാണോ? ഹ ഉള്ളമീരിന്റെ ഇതേ വിധി തന്നെ അസ്മാ ഉൽ ഇഷാറ, ഇസ്മുൽ ഇഷാറയുടെ അവസാനത്തിൽ വരുന്ന ഹാഇനും നൽകപ്പെടുന്നുണ്ട്. ഇസ്മുൽ ഇഷാറയുടെ അവസാനത്തിൽ ഉള്ള, ഇസ്മുൽ ഇഷാറ എന്ന് പറഞ്ഞാല് ഹാദ, ഹാദിഹി, ദാലിക, തിൽക എന്ന പദങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനാണ് ഹാദ ഇത്, ദാലിക അത്, ഹാദിഹി ഇവൾ, തിൽക അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയണ ഇസ്മുൽ ഇഷാറ ഉണ്ടല്ലോ. അതിനാണ് ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്നത്. ഇത്, അത്, അവൾ, ഇവൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു പറയുന്ന പേരുകൾ, അതാണ് ഇസ്മുൽ ഇഷാറ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇസ്മുൽ ഇഷാറയിലുള്ള അവസാനത്തെ ഹാദിഹി ഇവൾ എന്നൊക്കെ പറയുന്നതിലുള്ള അവസാനത്തെ ഹാഇന് ഹ ഉള്ളമീറിന്റെ അതേ വിധി നൽകപ്പെട്ടിട്ടുണ്ട്. ആ ഇസ്മുൽ ഇഷാറയുടെ മുൻപും ശേഷവും ഹറക്കത്താണെങ്കിൽ, ഹാദിഹി എന്നതിലുള്ള പിന്നെ ഹാഇന്റെ മുൻപെന്തായാലും കെസ്റാണ്, ഹറക്കത്താണ്. പിന്നെ ശേഷം ഹറക്കത്ത് ആണെങ്കിലും മുത്തഹരിക്കായ വോയിസ് കട്ടാണ്. വോയിസറാണോ? വോയിസ് കട്ടാണ്ട്. ഇവിടെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കെ, വീഡിയോ ഓൺ ചെയ്യണില്ല. ഓക്കെ. അപ്പോ ഹാദിഹി എന്ന ആ പദത്തിലുള്ള ഇസ്മുൽ ഇഷാറയിലുള്ള ഹ ഉള്ളമീർ അല്ല, പക്ഷെ അതിനെയും ഹ ഉള്ളമീരിന്റെ അതേ വിധിയാണ് നൽകപ്പെടാറുള്ളത്. ഹാദിഹി എന്നതിലുള്ള ഹാഇന്റെ മുൻപുള്ള ദാല് കെസ്റാണ്, ശേഷമുള്ള അക്ഷരത്തിന് ഹറക്കത്ത് വന്നാൽ ആ ഹാദിഹിയിലുള്ള ഹാഇനെ നീട്ടും. ഇന്ന ഹാദിഹി തദ്കിറ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ശേഷം സുക്കൂനാവുമ്പോൾ ഹാദിഹി എന്ന ഹാഇനെ നീട്ടുന്നില്ല. ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഇന്ന ഹാദിഹി തദ്കിറ സിലത്തു സുഗ്റ ആകുന്ന രൂപത്തിലാണ് അവിടെയുള്ള ഹ വന്നിട്ടുള്ളത്. ലമീറല്ല എങ്കിലും അതിനോട് ചേർത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സിലത്തുൻ കുബറ വരുന്ന രൂപം ومن كان في هذه أعمى ومن كان في هذه أعمى. അപ്പോൾ അസ്മാഉൽ ഇഷാറയിലുള്ള ആ ഒരു ഹാഇനെ ഹായിലും മദ്ദുസ്സില വരുന്നുണ്ട്, അതിലും മദ്ദുസ്സില വരുന്നതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ മദ്ദുസ്സുലയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, കേൾക്കുന്നില്ലേ? നമ്മൾ പഠിച്ചു, അല്ലാഹു അത് കൃത്യമായി മനസ്സിലാക്കി. എന്താണ് ഇൽതിഖാ ഉസ്സാക്കിനൈൻ? രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്നതിനാണ് ഇൽതിഖാ ഉസ്സാക്കിനൈൻ എന്ന് പറയുന്നത്. രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്നതിനാണ് ഇൽതിഖാ ഉസ്സാക്കിനൈൻ എന്ന് പറയുന്നത്. ഒരു പദത്തിൽ തന്നെയാണ് രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്നത് എങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. അത് പിന്നെ അറബികൾ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അതും
അറബികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അത് പക്ഷെ അറബികൾ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഒരു പദത്തിന്റെ അവസാനം സുക്കൂനാവുകയും, എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കലിമത്തിന്റെ അവസാനം സുക്കൂനാവുകയും അടുത്ത കലിമത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരം സുക്കൂനാവുകയും ചെയ്താൽ അവിടെ അറബികൾ ആ സുക്കൂനിനെ നിലനിർത്തുകയില്ല. ഒരു പദത്തിന്റെ അവസാനം സുക്കൂനാവുകയും അടുത്ത പദത്തിന്റെ തുടക്കത്തിലും സുക്കൂനാവുകയും ചെയ്തു, അങ്ങനെ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ വന്നാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ആ സുക്കൂനിനെ നിലനിർത്താൻ പാടില്ല. അപ്പൊ അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, രണ്ടു പദങ്ങൾക്കിടയിൽ, ഒന്നാമത്തെ നിയമമാണ് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ നിയമമാണ് ഞാൻ പറയുന്നത്. രണ്ടു പദങ്ങൾക്കിടയിൽ സുക്കൂനുകൾ ഒരുമിച്ച് കൂടി, ഒരു പദത്തിന്റെ അവസാനത്തെ അക്ഷരം സുക്കൂനാണ്, അടുത്ത പദത്തിന്റെ ആദ്യ അക്ഷരവും സുക്കൂനാണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പദം മദ്ദക്ഷരമാണ് എങ്കിൽ, ഒന്നാമത്തെ പദത്തിലുള്ള സുക്കൂനായ അക്ഷരം മദ്ദക്ഷരം ആണ് എങ്കിൽ, എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പദത്തിലുള്ള അവസാനത്തിലുള്ള ആ സുക്കൂനായ അക്ഷരം മദ്ദക്ഷരമാണ് എങ്കിൽ ആ മദ്ദക്ഷരത്തെ കളഞ്ഞുകൊണ്ട് ആ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്നതിനെ ഒഴിവാക്കേണ്ടതുണ്ട് ഖുർആൻ ഓതുമ്പോൾ. അല്ലാഹ്, സ്റ്റക്ക് ഉണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. രണ്ടു പദങ്ങൾക്കിടയില് സുക്കൂൻ ഉണ്ടായി, അതായത് ഒരു പദത്തിന്റെ അവസാനം സുക്കൂനാണ്, അടുത്ത പദത്തിന്റെ തുടക്കത്തിലും സുക്കൂനാണ്. ഒരു പദത്തിന്റെ അവസാനം സുക്കൂനാണ്, അടുത്ത പദത്തിന്റെ ആദ്യവും സുക്കൂനാണ്. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിലുള്ള സുക്കൂന് മദ്ദക്ഷരമാണെങ്കിൽ, മദ്ദക്ഷരങ്ങളുടെ ഹറക്കത്ത് എന്താണ്? സുക്കൂനാണല്ലോ. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിലുള്ള അക്ഷരം മദ്ദക്ഷരമാണ്. മദ്ദക്ഷരമാണ് എങ്കിൽ അതിന്റെ ആദ്യത്തെ ഹറക്കത്ത്, പിന്നെ മദ്ദക്ഷരത്തിന്റെ ഹറക്കത്ത് സുക്കൂനാണല്ലോ. ആ സുക്കൂന് ആയതുകൊണ്ട് തന്നെ ആ മദ്ദക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ഓതേണ്ടത്. ഉദാഹരണം ഞാൻ പറയാം. വഅമിലൂ എന്ന് വന്നു. വഅമിലൂ എന്ന പദത്തിന് ശേഷം അസ്സാലിഹാത്ത് എന്ന് വന്നു. അസ്സാലിഹാത്ത്, വഅമിലൂ അസ്സാലിഹാത്ത്. അപ്പൊ വഅമിലൂ എന്ന ലാമിനെ നീട്ടാൻ വേണ്ടി വന്ന വാവ്, അത് മദ്ദക്ഷരമാണ്. ആ മദ്ദക്ഷരത്തിന് സുക്കൂനാണ്. അസ്സാലിഹാത്ത് എന്ന് കൂട്ടി ഓതുന്ന സമയത്ത് സ്വാദിന് സുക്കൂനാണ്, ഷദ്ദുള്ള സ്വാദാണ്. വഅമിലൂ കഴിഞ്ഞിട്ട് നമ്മൾ ഓതുന്നത് ഷദ്ദുള്ള അക്ഷരത്തിന്റെ ഒന്നാമത്തെ അക്ഷരം സുക്കൂനാണ്. അവിടെ നമ്മൾ ആ മദ്ദക്ഷരത്തെ കളഞ്ഞുകൊണ്ട് ഓതൽ നിർബന്ധമാണ്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഖുർആനിൽ വഅമിലൂ സ്സാലിഹാത്ത് എന്നാണ് ഉണ്ടാവുക, നമ്മൾ ഓതേണ്ടത് വഅമിലു സ്സാലിഹാത്തി എന്നാണ് നമ്മൾ ഓതേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണം. വൽ മുഖീമീ, വൽ മുഖീമീ എന്ന് വന്നു, ശേഷം അസ്സലാത്തി എന്നും വന്നു. വൽ മുഖീമീ ശേഷം അസ്സലാത്തി. മുഖീമീ എന്ന മീമിനെ നീട്ടാനുള്ള മദ്ദക്ഷരമാണ് യാ. ആ യാന് ശേഷം സുക്കൂനുള്ള സ്വാദ് വന്നു. ഓതേണ്ടത് എങ്ങനെയാണ്? വൽ മുഖീമിസ്സലാത്തി, വൽ മുഖീമിസ്സലാത്തി അല്ലെങ്കിൽ വൽ മുഖീമിസ്സലാത്ത എന്ന രൂപത്തിലാണ് ഓതേണ്ടത്. വൽ മുഖീമിസ്സലാത്തി എന്ന രൂപത്തിലാണ് നമ്മൾ ഓതേണ്ടത്. നമ്മുടെ റിവായത്തനുസരിച്ച് അസ്സലാത്തി എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. വൽ മുഖീമിസ്സലാത്തി എന്നാണ്. ഏതായാലും വൽ മുഖീമിസ്സലാത്തി എന്നതിൽ മീ എന്ന് നീട്ടാനുള്ള യാഇനെ കൂട്ടി ഓതുന്ന സമയത്ത് നമ്മൾ കളയും. അതേസമയം അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വഅമിലു സ്സാലിഹാത്ത് എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ വഅമിലൂ എന്നാണ് വഖഫ് ചെയ്യുക. വൽ മുഖീമിസ്സലാത്തി എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ വൽ മുഖീമീ എന്നാണ് വഖഫ് ചെയ്യുക.
അതുപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണം ലദൽ ബാബ്. ലദൽ ബാബ് ഉദാഹരണം ആരെങ്കിലും ഒരാളൊന്ന് എഴുതി കൊടുത്താൽ ക്ലിയർ ആവും. ലദൽ ബാബ്, ലദ അൽ ബാബ്. അവൽ മുഖീമീനാന്ന് അല്ലേ? അപ്പൊ ഇവിടെയൊക്കെ ലദൽ ബാബ്, ലദൽ ബാബ് എന്ന് ഞാൻ എഴുതിയത് പോലെയാണ് എഴുതേണ്ടത്. ലദൽ ബാബ്. അപ്പൊ ലദൽ ബാബ് എന്നതിലുള്ള ആ ഒരു ലദ എന്ന അലിഫിനെ എന്ത് ചെയ്യണം? ലദ എന്ന അലിഫിനെ നമ്മൾ കൂട്ടിയോന്ന സമയത്ത് കളയും. ലദൽ ബാബ് എന്നാണ് മുസ്ഹഫിൽ. ലദാ അൽ ബാബ് എന്നാണ് ഉണ്ടാവുക. ഓതേണ്ടത് ലദൽ ബാബ്. എന്തുകൊണ്ട്? ഇൽത്തിഖാ ഉസാക്കിനേനി വരുമ്പോൾ രണ്ട് പദങ്ങൾക്കിടയിൽ സുക്കൂനുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നാമത്തെ പദത്തിലുള്ള അവസാനത്തെ ആ ഒരു സുക്കൂന് മദ്ദക്ഷരത്തിലുള്ള സുക്കൂനാണ് എങ്കിൽ, മദ്ദക്ഷരമാണ് എങ്കിൽ ആ മദ്ദക്ഷരത്തെ കൂട്ടി ഓതുമ്പോൾ കളഞ്ഞുകൊണ്ട് ഓതൽ നിർബന്ധമാണ്. ആ മദ്ദക്ഷരത്തെ കളഞ്ഞുകൊണ്ട് ഓതൽ നിർബന്ധമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇൽത്തിഖാ ഉസാക്കിനയിലുള്ള ഒന്നാമത്തെ നിയമം. ഇനി ഒന്നാമത്തെ പദത്തിലെ അവസാനത്തെ അക്ഷരം മദ്ദക്ഷരമല്ല, മദ്ദക്ഷരമല്ലാത്ത സാക്കിനാണ് എങ്കിൽ അവിടെ ആ മദ്ദക്ഷരമല്ലാത്ത സാക്കിനിന്റെ സുക്കൂനിനെ നമ്മൾ ഒഴിവാക്കും. അതിന് കെസ്റ് നൽകിയാണ്, കെസ്റ് നൽകി ഇൽത്തിഖാ ഉസാക്കിനൈനിയെ രക്ഷപ്പെടുത്തുക, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടിയതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് അടിസ്ഥാന നിയമം. അതേസമയം ലൊമ്മ് കൊടുത്തും ഫത്ഹ് കൊടുത്തും രക്ഷപ്പെടുത്തിയ സ്ഥലങ്ങൾ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ അക്ഷരം മദ്ദക്ഷരമാണെങ്കിൽ ആ മദ്ദക്ഷരത്തിനെ തന്നെ കളയും. മദ്ദക്ഷരമല്ലാത്ത സുക്കൂനാണെങ്കിലോ കെസ്റ് നൽകുക, ആ സുക്കൂനിന് കെസ്റ് നൽകി രക്ഷപ്പെടുക എന്നതാണ് അടിസ്ഥാന നിയമം. ഫത്ഹ് കൊടുത്ത് രക്ഷപ്പെടുന്നതും ലൊമ്മ് കൊടുത്ത് രക്ഷപ്പെടുന്നതുമായ സ്ഥലങ്ങൾ ഉണ്ട്. ഉദാഹരണം എന്താണ്? നമ്മള് ലം യകുൻ അല്ലദീന കഫറു എന്ന് നമുക്കൊക്കെ അറിയാം. ലം യകുനിൽ ലദീന കഫറു. സ്റ്റക്ക് ഉണ്ടോ? സ്റ്റക്ക് ഉണ്ടോ? ആർക്കാണ് മനസ്സിലാവാത്തത്? ഫാത്തിമ തശ്രീഫ, എന്താ എവിടെയാ മനസ്സിലാവാത്തത്? മനസ്സിലാവാത്തത് ചോദിക്കും, പെട്ടെന്ന് ചോദിക്കും. അതായത് രണ്ട് പദങ്ങൾക്കിടയിൽ ഇൽത്തിഖാ ഉസാക്കിനൈനി വന്നു. ഒരു പദത്തിന്റെ അവസാനം സുക്കൂനാണ്, അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ സുക്കൂനാണ്. ആ ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിലുള്ള സുക്കൂന് മദ്ദക്ഷരം അല്ല, മദ്ദക്ഷരമല്ല. മദ്ദക്ഷരമാണെങ്കിൽ മദ്ദക്ഷരത്തിനെ കളഞ്ഞുകൊണ്ട് സുക്കൂനിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നമ്മൾ ചെയ്യുക, രണ്ട് സുക്കൂനിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുക. ഇനി മദ്ദക്ഷരം അല്ല, സാധാരണ ഒരു നൂനാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ലിമൻ അൽ മുൽക്കു, ലിമൻ അൽ മുൽക്കു, ലിമൻ അൽ മുൽക്കു. അപ്പോ ഇവിടെ ലിമൻ എന്ന നൂനിന് സുക്കൂനാണ്, അൽ മുൽക്കു എന്ന ആ ഒരു ലാമിന് സുക്കൂനാണ്. അത് കൂട്ടി വന്ന സമയത്ത് രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്നതിൽ രക്ഷപ്പെടാൻ വേണ്ടി ലിമനി എന്ന് നൂനിന് കെസ്റ് നൽകി രക്ഷപ്പെടുക എന്നതാണ് അടിസ്ഥാന നിയമം. ലിമനിൽ മുൽക്കു എന്നാണ് വരിക. അത് തന്നെയാണ് ലം യകുൻ, ലം യകുൻ.
ലം യകുനില്ലദീന എന്നാണ് ഓതുക. ലം യകുൻ അല്ലദീന എന്നുള്ളത് നൂനിന് കെസ്ർ നൽകി. ലം യകുനില്ലദീന കഫറൂ. രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നാമത്തെ സുക്കൂന് മദ്ദക്ഷരമല്ലാത്ത സുക്കൂനാണെങ്കിൽ അതിന് കെസ്ർ നൽകി രക്ഷപ്പെടുക എന്നതാണ് അടിസ്ഥാന നിയമം. ഇത് തന്നെയാണ് തൻവീനിലുള്ള നൂനാണെങ്കിൽ, ഒന്നാമത്തെ സുക്കൂന് തൻവീനിൽ ഉള്ള നൂനാണ് എങ്കിൽ ആ തൻവീനിലുള്ള നൂനിന് കെസ്ർ നൽകിയാണ് രക്ഷപ്പെടേണ്ടത്. ഉദാഹരണം ഫലഹു ജസാഅനിൽ ഹുസ്ന. ജസാഅൻ അൽ ഹുസ്ന. നോക്കൂ, ഫലഹു ജസാഅൻ എന്നുള്ള സ്ഥലത്ത് ജസാഅൻ എന്നതില് തൻവീനാണ്. ആ തൻവീനിൽ ഒരു നൂനുണ്ട്, ജസാഅൻ. ജസാഅൻ അത് ഉച്ചരിക്കുമ്പോൾ ജസാഅൻ എന്നാണല്ലോ ഉണ്ടാവുക. ആ തൻവീനിൽ ഒരു നൂൻ ഉണ്ട്. ആ നൂനിനെ നമ്മൾ എന്ത് ചെയ്യും? കെസ്ർ നൽകിയാണ് ഇൽതിഖാഉ സാക്കിനൈനിയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. അപ്പൊ ജസാഅൻ അൽ ഹുസ്ന എന്ന് രണ്ട് ഇൽതിഖാഉ സാക്കിനൈനി വന്നല്ലോ, രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടിയല്ലോ. അപ്പൊ തൻവീനിലുള്ള നൂനിന് കെസ്ർ നൽകുക. ജസാഅനിൽ ഹുസ്ന. ധാരാളം സ്ഥലങ്ങളിൽ നമുക്കത് ചെയ്യാനുണ്ട്. വേറെ സ്ഥലങ്ങളുണ്ട്. എവിടെയാണത്? വനാദാ നൂഹുനിബ്നഹ്. നൂഹുനിബ്നഹ് സൂറത്തുൽ ഇഖ്ലാസിലുണ്ട് കൂട്ടിയോന്ന സമയത്ത്. ഖുൽ ഹുവല്ലാഹു അഹദുൻ. അല്ലാഹു സമദ് കൂട്ടിയോന്ന സമയത്ത് അഹദുനില്ലാഹു സമദ് എന്നാണ് ഓതേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹു സമദ് എന്നല്ല. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദ്. തൻവീനിലുള്ള നൂനിനും കെസ്ർ നൽകിയാണ് ഓതേണ്ടത്, രക്ഷപ്പെടേണ്ടത്, ഇൽതിഖാഉ സാക്കിനൈനിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. അതെ, ഖബീസതു നിജ്തുസത്. നഅം, അഹ്സൻതും അഹ്സൻതും. അതുപോലെ ഔ ലഹ്വനിൻ ഫളു. സൂറത്തുൽ ജുമുഅയുടെ അവസാനം ഔ ലഹ്വനിൻ ഫളു. ഔ ലഹ്വൻ ഫളു എന്നാണ് ഓതേണ്ടത്. എന്താണ്? ഔ ലഹ്വനിൻ ഫളു എന്നാണ് ഓതേണ്ടത്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് അതെ ഉസൈറുൻ ഇബ്നുല്ലാഹ്. നഅം, അഹ്സൻതും. അവിടെയൊക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇൽതിഖാഉ സാക്കിനൈനി വരുമ്പോൾ തൻവീനിലുള്ള നൂനിന് എന്ത് ചെയ്യുന്നു? കെസ്ർ ചെയ്താണ് ഇൽതിഖാഉ സാക്കിനൈനിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. മദ്ദക്ഷരമാണ് എങ്കിൽ ആ മദ്ദക്ഷരത്തെ കളഞ്ഞ് ഇൽതിഖാഉ സാക്കിനൈനിൽ രക്ഷപ്പെടണം. ഇനി തൻവീൻ ആണെങ്കിൽ തൻവീനുള്ള നൂനിന് കെസ്ർ ചെയ്യണം. പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും അക്ഷരങ്ങൾക്ക് കെസ്ർ ചെയ്താണ് ഇൽതിഖാഉ സാക്കിനൈനിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. അതേസമയം ഫത്ഹ് കൊടുത്ത സ്ഥലങ്ങളും ഉണ്ട്. ഫത്ഹ് കൊടുത്ത ഒന്നാമത്തെ സ്ഥലം മിൻ എന്ന പദമാണ്. മിൻ എന്ന പദം, അതിൽ മിൻ എന്ന പദത്തിന്റെ അവസാനത്തിലുള്ള നൂന് സുക്കൂനാണല്ലോ. അതിനുശേഷം സുക്കൂൻ കൊണ്ട് തുടങ്ങുന്ന അക്ഷരം വന്നാൽ മിൻ എന്നതിന് എപ്പോഴും ഫത്ഹ് നൽകിയാണ് ഇൽതിഖാഉ സാക്കിനൈനിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഉദാഹരണത്തിന് മിൻ എന്നതിന് ശേഷം അൽ കുഫാരി എന്ന് വന്നാൽ എങ്ങനെ ഓതുക? മിനൽ കുഫാരി. മിൻ എന്നതിന് ശേഷം അല്ലദീന വന്നാലോ? മിനല്ലദീന. മിൻ എന്നതിന് ശേഷം അൽ അർദ് എന്ന് വന്നാലോ? മിനൽ അർദ്. അപ്പൊ ഇതൊക്കെ മിൻ എന്ന പദത്തിന്റെ ശേഷം സുക്കൂനുള്ള അക്ഷരം വന്നാൽ ആ മിൻ എന്നതിലുള്ള നൂനിന് ഫത്ഹ് നൽകിയാണ് രക്ഷപ്പെടുത്തുക. അതുപോലെ തന്നെ ഫത്ഹ കൊണ്ട് രക്ഷപ്പെടുത്തിയ മറ്റൊരു സ്ഥലമാണ് അലിഫ് ലാം മീം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫത്ഹ കൊണ്ട് രക്ഷപ്പെടുത്തിയ മറ്റൊരു സ്ഥലമാണ് അലിഫ് ലാം മീം.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇവിടെ അലിഫ് ലാം മീം എന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിനോട് കൂട്ടി ഓതുമ്പോൾ സൂറത്തു ആലു ഇമ്രാനാണ്. അലിഫ് ലാം മീം എന്നുള്ളത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന രണ്ടാമത്തെ ആയത്തുമായിട്ട് കൂട്ടി ഓതുമ്പോൾ ഇൽതിഖാഉ സാക്കിനൈനി വരുന്നുണ്ട്. അലിഫ് ലാം മീം എന്ന് ആ മീമിന്റെ അവസാനം സുക്കൂനാണ്. അല്ലാഹു എന്നത് ഒന്നാമത്തത് വസ്ലിന്റെ ഹംസയാണ്. കൂട്ടി ഓതുമ്പോൾ അത് പോകും. അതിനുശേഷമുള്ളത് സുക്കൂനുള്ള ലാമാണ്. അപ്പൊ സുക്കൂനുള്ള ലാമും മീം എന്ന ആ ഒരു സാക്കിനായ മീമും കൂടി ഇൽതിഖാഉ സാക്കിനൈനി ആകും. അപ്പൊ അവിടെ കൂട്ടി ഓതുന്ന സമയത്ത് ആ മീം എന്ന സാക്കിനായ മീമിന് ഫത്ഹ് നൽകിയാണ് നമ്മുടെ റിവായത്ത് അനുസരിച്ച് ഓതേണ്ടത്. കെസ്റല്ല നൽകേണ്ടത്, ഫത്ഹാണ്. അപ്പൊ ഓതേണ്ടത് എങ്ങനെയാണ്? അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ് ഓതേണ്ടത്. അങ്ങനെ കൂട്ടി ഓതുമ്പോൾ ശരിയായ രൂപത്തിൽ പറഞ്ഞാൽ അവിടെയുള്ള മീം എന്നതിന് മദ് ലാസിമാണ്. 6 ഹറക്കത്താണ് നീട്ടേണ്ടത്. കൂട്ടി ഓതുന്ന സമയത്ത് മീം എന്ന ആ ഒരു പദം 2 രൂപത്തിൽ ഓതാം. 6 ഹറക്കത്ത് നൽകി ഓതാം. അടിസ്ഥാനപരമായി അവിടെ മദ് ലാസിം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ കൂട്ടി ഓതുമ്പോഴും ഹറക്കത്ത് നഷ്ടമാകുന്നുണ്ട് എങ്കിൽ പോലും അവിടെ മദ് ലാസിം ചെയ്ത് ഓതാം. രണ്ടാമത്തത് ഹറക്കത്ത് നഷ്ടമായല്ലോ എന്നത് പിന്നെ സുക്കൂന് നഷ്ടമായല്ലോ എന്ന് പരിഗണിച്ച് അസ്ലിയായ മദ്ദിന്റെ ഖദറിലും ഓതാം. അപ്പോ അലിഫ് ലാം മീം അല്ലാഹു എന്നോതാം. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ എന്ന രൂപത്തിലും അവിടെ കൂട്ടി ഓതുമ്പോൾ ഓതാം. നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ മനസ്സിലായോ? ഈ പറഞ്ഞത് മനസ്സിലായോ? അലിഫ് ലാം മീമിന്റെ അവിടെയുള്ള നിയമം മനസ്സിലായോ? കൂട്ടി ഓതുന്ന സമയത്ത് അവിടെ മീമിന് മീം എന്ന അവസാനത്തെ സാക്കിനായ മീമിന് ഫത്ഹ് നൽകിയാണ് ഇൽതിഖാഉ സാക്കിനൈനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അവിടെ തന്നെ കൂട്ടി ഓതുമ്പോൾ 2 രൂപത്തിൽ ഓതാം. ആദ്യമേ ഉള്ള മദ്ദുലാസിമിനെ പരിഗണിച്ച് മീം അല്ലാഹു എന്ന് ഓതാം. ഇല്ല, ഇപ്പോൾ മദ് ലാസിം അല്ലല്ലോ, ഇപ്പോൾ മീ എന്ന മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ ഇല്ലല്ലോ, ഇപ്പോൾ മീമ എന്നാണല്ലോ, ഇൽതിഖാഉ സാക്കിനൈനി വന്നതുകൊണ്ട് മീമ എന്നാക്കിയല്ലോ എന്നതിനെ പരിഗണിച്ച് മദ് അസ്ലീന്റെ രൂപത്തിലും അവിടെ നമ്മുടെ റിവായത്ത് അനുസരിച്ച് ഓതാവുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി ഓത്തിൽ കൊണ്ടുവരിക. അപ്പോ ഫത്ഹ് നൽകി രക്ഷപ്പെടുന്ന രണ്ട് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് മിൻ എന്ന കലിമത്തിൽ, അതുപോലെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആലു ഇമ്രാന്റെ തുടക്കത്തിൽ ഫത്ഹ് കൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ളമ്മ് കൊണ്ട് രക്ഷപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഉണ്ട്. ളമ്മ് കൊണ്ട് ഇൽതിഖാഉ സാക്കിനൈനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഖുർആനിൽ. ഏതാണ്? ജംഇന്റെ മീമുകളിലാണ്. ഒന്നാമതായി ജംഇന്റെ മീമുകളിൽ. എന്താണ് ജംഇന്റെ മീമുകളിൽ എന്ന് പറഞ്ഞാൽ? ലഹും, ഹും എന്നതിലുള്ള മീമ്. ഹും എന്ന് പറഞ്ഞാൽ എന്താ? അവർ എന്നാണ്. അതുപോലെ കും, കും, അതുപോലെ അൻതും, അങ്ങനെയുള്ള മീമുകളിൽ ഹും എന്നതിലുള്ള, അൻതും എന്നതിലുള്ള നിങ്ങൾ കുറെ ആളുകൾ, അതുപോലെ കും എന്ന നിങ്ങൾ എന്ന അർത്ഥത്തിലുള്ള കും എന്നതിൽ അസ്സലാമു അലൈക്കും, യഥാർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്ന കുമ്മിന് എന്താണ്? പിന്നെ സുക്കൂനാണ്. പക്ഷെ ഇൽതിഖാഉ സാക്കിനൈനി വരുമ്പോൾ അവിടെയുള്ള മീമിന് ളമ്മ് നൽകിയാണ് രക്ഷപ്പെടുത്തുക. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ലഹും, ലഹും അൽ ഗാലിബൂൻ എന്നുള്ളത് എങ്ങനെ ഓതുക? ലഹുമുൽ ഗാലിബൂൻ. അതുപോലെ
ഹുരിമത് അലൈക്കുമുൽ മൈതതു. ഹുരിമത് അലൈക്കും അൽ മൈതത്തു ആണ്. കൂട്ടി ഓതുമ്പോ അലൈക്കുമുൽ മൈതതു വമ്മു നൽകിയാണ് രക്ഷപ്പെടുന്നത്. അതുപോലെ വറളീതു ലക്കും അൽ ഇസ്ലാമ ഓതേണ്ടത് എങ്ങനെയാണ്? വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതൊക്കെ മുസ്ഹഫിൽ തന്നെ മീമിന് ലമ്മിട്ട് കൊടുത്തിട്ടുണ്ടാവും. ലമ്മ് ചെയ്താണ് ഓതേണ്ടത് എന്ന നിലക്ക് ലമ്മിട്ട് കൊടുത്തിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അതിന്റെ ഹറക്കത്ത് സുക്കൂനാണ്. ഇൽത്തിഖാ ഉസാക്കിനൈനി വന്നതുകൊണ്ട് ആ മീമിന് ലമ്മ് നൽകിയതാണ്. ഇനി ലമ്മ് നൽകി രക്ഷപ്പെടുത്തുന്ന രണ്ടാമത്തെ സ്ഥലം ജംഇന്റെ വാവുകൾ ലീനക്ഷരമായി വരുന്ന സമയത്ത്, ജംഇന്റെ വാവുകൾ ലീനക്ഷരമായി വരുന്ന സമയത്തും ലമ്മ് നൽകിയാണ് നമ്മൾ ഈ ഒരു മീമിനെ അഫ്വൻ ജംഇന്റെ വാവുകൾക്ക് ലീനക്ഷരമായി വരുമ്പോൾ, ഉദാഹരണത്തിന് ഇഷ്തറൗ, ഇഷ്തറാ, ഇഷ്തറയാ, ഇഷ്തറൗ, ഇഷ്തറൗ എന്നുള്ളത് നമ്മൾ ഓതുന്ന സമയത്ത് ഇഷ്തറൗ എന്നതിന്റെ ശേഷം അദ്ദലാല എന്ന് വന്നു. അപ്പൊ ഓതേണ്ടത് എങ്ങനെ? ഇഷ്തറവുദ്ദലാല. ജംഇന്റെ വാവുകൾക്ക് ലമ്മ് നൽകിയാണ് ഇൽത്തിഖാ ഉസാക്കിനൈനിയിൽ നിന്ന് രക്ഷപ്പെടുത്താറുള്ളത്. ഇഷ്തറൗ അദ്ദലാല എന്ന് വന്നാൽ ഇഷ്തറവുദ്ദലാല എന്നാണ് ഓതുക. അതുപോലെ തന്നെ ആതൗ, ആതൗ, ആതൗ എന്നതിന് ശേഷം അസ്സകാത എന്ന് വന്നാൽ ആതവുസ്സകാത. ഇൽത്തിഖാ ഉസാക്കിനൈനി വന്നു. ആ വാവിന് ലമ്മ് നൽകിയാണ് നാം രക്ഷപ്പെടുത്താറുള്ളത്. ഇപ്പോ ഇതില് അറബി ഭാഷ അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ അവസാനം പറഞ്ഞതിൽ ചെറിയ കൺഫ്യൂഷൻസ് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇപ്പോൾ പറഞ്ഞ ജംഇന്റെ മീമുകൾ, ജംഇന്റെ വാവുകൾ, അവിടെയൊക്കെ മുസ്ഹഫിൽ തന്നെ വാവ് പിന്നെ ലമ്മ് നൽകിയിട്ടുണ്ടാവും. മുസ്ഹഫിൽ തന്നെ ജംഇന്റെ മീമുകളുടെ മുകളിലും ജംഇന്റെ വാവുകളുടെ മുകളിലൊക്കെ മുസ്ഹഫിൽ തന്നെ ഈ ലമ്മ് നൽകിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അവിടെ കൺഫ്യൂഷൻ വരില്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നാമത് പറഞ്ഞ സ്ഥലത്താണ്. ഒന്നാമത് പറഞ്ഞ സ്ഥലം ഏതാണ്? രണ്ട് സുക്കൂനുകൾ ഒരുമിച്ചുകൂടി ഒന്നാമത്തത് മദ്ദക്ഷരമാവുകയും ചെയ്തു. അവിടെയാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിൽ മുസ്ഹഫിൽ പ്രത്യേകിച്ച് അടയാളമൊന്നും അവിടെ ഉണ്ടാവില്ല. മുസ്ഹഫിൽ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വഅമിലു സ്വാലിഹാത്തി എന്നുള്ളത് മുസ്ഹഫിൽ ഉണ്ടാകുക വഅമിലൂ സ്വാലിഹാത്തി എന്നാണ്. അവിടെ നമ്മൾ ആ ഒരു മദ്ദക്ഷരത്തെ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് നമ്മൾ തന്നെ കളയേണ്ടി വരും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കസ്റ് കൊടുക്കേണ്ട സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ദമ്മ് കൊടുക്കേണ്ട സ്ഥലങ്ങളിലും ഫത്ഹ് കൊടുക്കേണ്ട സ്ഥലങ്ങളിലും എല്ലാം തന്നെ സാധാരണ നിലക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? മുസ്ഹഫിൽ തന്നെ ഹറക്കത്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വലിയ പ്രശ്നം വരില്ല. ഈ ഒന്നാമത്തെ സ്ഥലത്ത്, അതായത് ഒന്നാമത്തത് മദ്ദക്ഷരമായിട്ട് ഇൽത്തിഖാ സാക്കിനൈനി വന്നാൽ ആ മദ്ദക്ഷരത്തെ കളയേണ്ടത് നമ്മളാണ്. എഴുത്തിൽ കളഞ്ഞിട്ടുണ്ടാവൂല. അവിടെ വഅമിലൂ സ്വാലിഹാത്തി വൽ മുഖീമീസ് സ്വലാത്തി എന്ന് നമ്മൾ ഓതരുത്. വൽ മുഖീമിസ് സ്വലാത്തി വഅമിലു സ്വാലിഹാത്തി എന്ന് നമ്മൾ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് ശരിയാക്കി ഓതേണ്ട സ്ഥലമാണത്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ സൂറത്തുൽ ഫാത്തിഹ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന്റെ അവസാനത്തിൽ ഒരു ലാമിനെ കാണാം അല്ലെ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാം വന്നാൽ, ലാ എന്ന ചിഹ്നം വന്നാൽ വഖഫ് ചെയ്യരുത് അല്ലെങ്കിൽ ഖത്അ ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം. വഖഫോ അല്ലെങ്കിൽ ഖത്അോ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ലാ എന്ന് കൊടുക്കുന്നത്. അപ്പൊ ആയത്തിന്റെ അവസാനത്തിൽ ലാ എന്ന് കൊടുത്താൽ അവിടെ വഖഫ് ചെയ്യരുത് എന്ന അർത്ഥത്തിലല്ല. എല്ലാ ആയത്തിന്റെ അവസാനവും വഖഫ് ചെയ്യൽ സുന്നത്താണ്. ആയത്തുകളുടെ അവസാനത്തിൽ ലാ എന്ന് കൊടുത്താൽ അവിടെ ഖത്അ ചെയ്യരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയിട്ട് നമ്മൾ പോകരുത്, നിർത്തിയിട്ട് പോകരുത്. കാരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തുമായി വളരെ ബന്ധമുള്ള ആയത്തുകളാണ് ശേഷം വരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഈ മൂന്ന് ആയത്തുകളും
ഒരൊറ്റ സെന്റൻസ് പോലെയാണ്. സർവസ്തുതിയും അള്ളാഹുവിനാണ്, റഹ്മാനും റഹീമും മാലിക് യൗമിദ്ദീനുമായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ ഒറ്റ ഒരു കലിമത്ത് പോലെയാണ്, ഒറ്റ വാക്ക് പോലെയാണ് ആ 3 ആയത്തുകളും വരുന്നത്. അതുകൊണ്ട് റബ്ബിൽ ആലമീൻ എന്ന സ്ഥലത്തോ അർ റഹ്മാൻ റഹീം എന്ന സ്ഥലത്തോ ഓത്ത് നിർത്താൻ പാടില്ല, ഓത്ത് നിർത്തിയിട്ട് ഖത്ഇ ചെയ്യാൻ പാടില്ല, നിർത്തിയിട്ട് പോകാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് ലാ എന്ന് കൊടുത്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മാലിക് യൗമിദ്ദീൻ എന്ന സ്ഥലത്ത് എന്താ കൊടുത്തിട്ടുള്ളത്? മാലിക് യൗമിദ്ദീനിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ത്വാ വന്നു കഴിഞ്ഞാൽ മുത്തലഖ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ത്വാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുൻപുള്ളതും ശേഷമുള്ളതും അർത്ഥത്തിൽ പ്രത്യേകിച്ച് ആശ്രയിക്കുന്നില്ല എന്നാണ് മുത്തലഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻപുള്ള കലാമിന്റെ, മുൻപുള്ള ആയത്തുകളുടെ അർത്ഥം പൂർത്തിയായിട്ടുണ്ട്, ശേഷമുള്ളതുമായി പ്രത്യേകിച്ച് ബന്ധം മുൻപുള്ള ആയത്തുകൾക്കില്ല. അപ്പോ മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഹുവ മാ യഹ്സുനുൽ വഖ്ഫു അലൈഹി വലിബ്തിദാഉ ബിമാ ബഅദഹു. വഖഫ് ചെയ്യലും ഖത്വ് ചെയ്യലൊക്കെ നന്നാവുന്ന, നിർത്തിയിട്ട് പോകാൻ വരെ പറ്റുന്ന, വഖഫൊക്കെ വളരെ നല്ല വഖഫാകുന്ന, വഖഫ് വളരെ നന്നാകുന്ന, ഹസനാകുന്ന സ്ഥലത്താണ് ത്വാ വരിക. വഖഫ് വളരെ നല്ലതാണ്, അങ്ങനെയുള്ള സ്ഥലത്താണ് ത്വാ വരിക. മുൻപുള്ള ആയത്തും ശേഷമുള്ള ആയത്തും തമ്മിൽ വാചക ഘടനയിൽ ബന്ധം ഇല്ല, കലിമിയായ ബന്ധം ഇല്ലാത്ത സ്ഥലത്താണ് ത്വാ വരിക. മാലിക് യൗമിദ്ദീൻ എന്ന സ്ഥലത്ത് ത്വാ വരാറുണ്ട്. കാരണം മാലിക് യൗമിദ്ദീൻ എന്നുള്ളതോടുകൂടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തീർന്നു, അവിടെ നമുക്ക് ത്വാ കാണാം. ഇങ്ങനെ ചില ചിഹ്നങ്ങൾ, മുസ്ഹഫിലുള്ള ചിഹ്നങ്ങൾ പലതും നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ വളരെ വേഗതയിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ്. മുസ്ഹഫിൽ വാല് താഴോട്ടുള്ള മീം കാണാം. വാല് താഴോട്ടുള്ള മീം, വാല് നേരെയുള്ള മീമല്ല, വാല് താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന, നമ്മുടെ കുരങ്ങന്റെ ഒക്കെ വാല് താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? അതുപോലെ മീമിന്റെ വാല് താഴോട്ട് തൂക്കിയിട്ടാണുള്ളത് എങ്കിൽ അത് വഖഫ് ലാസിമിന്റെ അടയാളമാണ്. താഴോട്ട് താഴ്ത്തിയിട്ട മീമാണ്, വാല് താഴ്ത്തിയിട്ട മീമാണ് എങ്കിൽ വഖഫ് ലാസിം. വഖഫ് ലാസിം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസിമായ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഈ മീമിന്റെ മുൻപുള്ള ആയത്തും ശേഷമുള്ള ഭാഗവും, മീമിന്റെ മുൻപുള്ള ഭാഗവും ശേഷമുള്ള ഭാഗവും കൂട്ടി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചതിന് വിരുദ്ധമായ ഒരു ഉദ്ദേശത്തെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മീമിന്റെ മുൻപുള്ളതും ശേഷമുള്ളതും കൂട്ടി ഓതിയാൽ അള്ളാഹു ഉദ്ദേശിച്ച ഉദ്ദേശത്തിന് വിരുദ്ധമായ ഒരു ഉദ്ദേശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിർത്തണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്തായാലും നിർത്തണം. ഇനി ആരെങ്കിലും നിർത്താതെ ഓതിയാൽ അത് ഹറാമാണെന്ന് പറയാൻ പറ്റൂല, അത് കറാഹത്താവുകയാണ് ചെയ്യുക. അതിന്റെ ഫിഖഹിയായ വിധി കറാഹത്താണ്. അപ്പൊ കറാഹത്തിന് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. ത്വാഇൻ്റെത് നമ്മൾ പറഞ്ഞു, അവിടെ നിർത്തൽ വളരെ നല്ലതാണ്. കണക്ഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റണില്ല. നിങ്ങൾക്കൊരു റാഹത്ത് ഉണ്ടായിക്കോണമെന്നില്ല അല്ലെ, ഓഡിയോ ക്ലാസ് മാത്രമാകുമ്പോ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ക്ലാസ് കൂടെ നമുക്ക് റുമൂസിന്റെ വിഷയത്തിൽ നമുക്ക് നൽകാം. ഇൽത്തിഖാഉ സാക്കിനൈനിൽ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. മുസ്ഹഫുകളുടെ അടയാളങ്ങളുടെ വിഷയത്തിൽ ഒരു ക്ലാസ് കൂടെ നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക്
ഒരു ക്ലാസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് റുമൂസുകൾ, വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്, ആരും മിസ് ചെയ്യരുത്. നമുക്ക് ഓത്തിൽ വളരെ ഉപകാരപ്പെടുന്ന വഖഫിന്റെ ചിഹ്നങ്ങളല്ല നമ്മൾ ഉദ്ദേശിച്ചത്. വഖഫിന്റെ ചിഹ്നങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നിങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച് പിന്നെ അറിയുന്നവരാണ്. അറിയാത്ത ചില വഖഫിന്റെ ചിഹ്നങ്ങളുണ്ട്. അതുപോലെ ഞാൻ ഒരു മുസ്ഹഫ് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആ മുസ്ഹഫ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുകയും വേണം. ഒരു മുസ്ഹഫ് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഒന്നുകൂടെ എളുപ്പമാകും ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ക്ലാസ് കൂടെ നമുക്ക് എടുത്ത് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.